ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഞാന് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് ഇന്നും കഴിച്ച് കാണിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. ഈ ചിന്നുവിന് കഴിക്കൽ മാത്രമേ ഉള്ളൂ, വേറൊരു പരിപാടി ഇല്ലെന്ന് നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ എന്നും ഞാൻ കഴിച്ച് നിങ്ങളെ കാണിക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും അല്ല ഒരു വീഡിയോ എടുത്തൊക്കെ ഇടുന്നത്. വെറൈറ്റി ഐറ്റംസ്, എൻ്റെ രീതിയിൽ വെറൈറ്റി ഐറ്റംസ്, നിങ്ങൾക്കത് ചിലപ്പോൾ വെറൈറ്റി അല്ലായിരിക്കാം കേട്ടോ. ഏതായാലും ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വെറൈറ്റി തന്നെയാണ്. ഇപ്പം നമുക്ക് എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആയ സാധനമാണ് കേട്ടോ. വേറൊന്നുമല്ല, കുറച്ച് ഡ്രൈ സീഡാണ് കേട്ടോ. സീഡ്സ് കണ്ടോ, നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതിൽ നമ്മൾ കഴിച്ചിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ, കാഷ്യൂനട്ട് ബദാമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ കഴിക്കാത്ത കുറച്ച് സംഭവങ്ങളും ഉണ്ട്. അപ്പം അത് നിങ്ങളെ കാണിക്കാം. ഏതായാലും നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം, നമുക്കൊരു വീഡിയോ ആയിട്ട് എടുക്കാം എന്നൊക്കെ ഞാനും കരുതി. കഴിഞ്ഞ ദിവസം ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചപ്പോൾ ഞാൻ എന്നാൽ കഴിച്ച് കാണിക്കണം എന്നൊക്കെ ഓർത്തു. പിന്നെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാനൊരു മടിച്ചിയാണ്. ചില സമയം മടിയായിപ്പോൾ ഈ റിവ്യൂസ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ സമയം കിട്ടത്തില്ല. അടുക്കളപ്പണി കാര്യങ്ങൾ, അത് ഇത്, മക്കളുടെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി പറക്കി അങ്ങ് നടക്കും. പിന്നെ ഇപ്പം ഇതൊക്കെ ഞാൻ മേടിക്കുന്നത് എൻ്റെ പൈസയും കൊണ്ടാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക അഭിമാനം ഉണ്ട് കേട്ടോ എനിക്ക്. കാരണം ഞാൻ സമ്പാദിക്കുന്ന എൻ്റെ പൈസയും കൊണ്ട് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ അത്. അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാറില്ലേ? എനിക്ക് ഏതായാലും ഉണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സമ്പാദിക്കുന്ന പൈസയും കൊണ്ട് തന്നെ ഞാൻ നേടിയെടുക്കുന്നു. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് നിങ്ങൾ കാരണമാണ് കേട്ടോ. നിങ്ങളുടെ ഓരോരോ വ്യൂസും ആണ് നമ്മുടെ ഓരോരോ സമ്പാദ്യം എന്ന് പറയുന്നത്. ഞാൻ ഏതായാലും ഇത് കാണിക്കാം കേട്ടോ. ഇതിൽ ഞാൻ വെറൈറ്റി ആയിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ നെല്ലിക്ക ഡ്രൈ ആക്കി ഈന്തപ്പഴം, പിന്നെ ബദാം, പിസ്ത, ഇതൊക്കെ നമുക്കറിയാലോ. പിന്നെ മത്തയുടെ സീഡ്. എനിക്ക് ഇതാട്ടോ വെറൈറ്റി ആയിട്ട് തോന്നിയത്. ഞാനുണ്ടല്ലോ മത്തയുടെ ഇങ്ങനെ ഉണക്കി ഈ അടുപ്പിൻ്റെ പാതകത്തൊക്കെ ഇട്ട് ഉണങ്ങുമ്പോൾ ഇത് പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സീഡും കൂടെ ഉണ്ട്, അതെന്നാന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് കൊള്ളാം, ഏതായാലും എല്ലാം കൊള്ളാം. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത് ഇതിനകത്ത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നെല്ലിക്ക സൂപ്പറാണ്. വീഡിയോ ഇപ്പം ഞാൻ കട്ട് ചെയ്തില്ലെങ്കിൽ ടൈം തീർന്നു പോകും. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാമേ.